നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന് ഏകദേശം 20 ദിവസമൊക്കെ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 30 അർദ്ധരാത്രിയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ആഗസ്റ്റ് 15 ഞാൻ അവിടെ നിന്ന് സുപ്രഭാതം ഓൺലൈനിന് വേണ്ടിയുള്ള റിപ്പോർട്ടിങ്ങിൽ നിന്ന് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത്. അതുവരെ ഞങ്ങളവിടെ വാർത്തകളുമൊക്കെയായി അവിടെ സേവനമനുഷ്ഠിക്കുകയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അധികാരികളുടെയും അധികൃതരുടെയും അതോടൊപ്പം തന്നെ അതിൻ്റെ ദയനീയമായിട്ടുള്ള ചിത്രങ്ങളുമൊക്കെ പ്രേക്ഷകരിലേക്കൊക്കെ ഞങ്ങൾ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അന്ന് തന്നെ ഏകദേശം ഇത് തിരച്ചിൽ ഒരു മന്ദഗതിയിലാണ് എന്ന ഒരു വീഡിയോ ഞാൻ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ പങ്കുവെക്കാനുണ്ടായ കാരണം, അന്നൊരു പക്ഷേ ഒഫീഷ്യലായിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് കാരണം സർക്കാരാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയേണ്ടത് എന്നത് സംബന്ധിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ സുപ്രഭാത ദിനപത്രത്തിൽ അവിടെയുള്ള മുണ്ടക്കയിലെ ഞങ്ങളുടെ ലേഖകനായിട്ടുള്ള ഷഫീഖ് മുണ്ടക്കൈ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, തിരച്ചിൽ ഏകദേശം ആരും അറിയാതെ നിർത്തി എന്നാണ്. അന്ന് നമ്മൾ മന്ദഗതിയിലാണ് എന്നായിരുന്നു നമ്മളന്ന് ആ വാർത്ത കൊടുത്തത്. അത് സ്വാഭാവികമായിട്ടും അവിടെ ഓഗസ്റ്റ് 8, 9 തീയതികളിൽ ജനകീയ തിരച്ചിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ വീട് ഒക്കെ നിലനിന്നിരുന്ന ആ സ്ഥലമൊക്കെ നിലനിന്നിരുന്ന പ്രദേശത്തെ ആളുകൾ, കുടുംബങ്ങൾ, അവർ അവശേഷിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ കൂട്ടിയിട്ടായിരുന്നു അന്ന് ആ തിരച്ചിലിന് അവിടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ വീട് നിന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് ഇവിടെ എന്താണ് ഞങ്ങളുടെ വീട് എവിടെയായിരുന്നു, ഏത് ഭാഗത്തൊക്കെ എന്തൊക്കെ കുടുങ്ങിക്കിടക്കാൻ സാധ്യത, അത്തരത്തിലുള്ള, അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് തകർന്ന് തരിപ്പണമായതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൽ പണം ലഭിച്ചതുണ്ട്, വസ്തുക്കൾ ലഭിച്ചതുണ്ട്, ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള രേഖകൾ, ഇതൊക്കെ ബന്ധുക്കളൊക്കെ കൂടിയുള്ള തിരച്ചിലിന് നേതൃത്വം കൊടുത്തപ്പം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുമൊക്കെ സാധിച്ചിരുന്നു. എന്നാൽ ഈ 2 ദിവസങ്ങളിൽ നടന്ന തിരച്ചിലോട് കൂടി ഏകദേശം അനൗദ്യോഗികമായി ഈ തിരച്ചിൽ ഒക്കെ നിർത്തി എന്ന ഒരു റിപ്പോർട്ടായിരുന്നു നമ്മൾ ആഗസ്റ്റ് 14 ഞാൻ ആ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. 8, 9 തീയതികളിലെ തിരച്ചിൽ തന്നെ ഏകദേശം വളരെ നന്നായിട്ട് തന്നെ നടന്നു. പിന്നീട് അങ്ങിങ്ങായിട്ട് ഒറ്റപ്പെട്ട ആളുകളും സന്നദ്ധ സംഘടനകളുടെയൊക്കെ കുറവുകളൊക്കെ അതിനുശേഷം ഒക്കെ അവിടെ കൈവന്നു എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിവിടെ പറയുന്നത്, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, അനൗദ്യോഗികമായിട്ട് തന്നെ ഈ കാണാതായവരുടെ ചുരൽമല ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുടെ അന്തിമ പട്ടികയൊക്കെ തയ്യാറാക്കുന്നതിന് മുൻപെയാണ് അനൗദ്യോഗികമായി കൊണ്ട് ഈ തിരച്ചിൽ സർക്കാർ നിർത്തിയിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ അവിടെ തുടരുന്നത് ഏകദേശം 220 പോലീസുകാരും 65 NDRF സംഘങ്ങളും 60 അംഗ അഗ്നിരക്ഷാസേനയും ബെയിലി പാലത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 3 സൈനികരും അതോടൊപ്പം പ്രവർത്തിക്കുന്ന 2 ഹിറ്റാച്ചികളും മാത്രമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന ദാരുണമായിട്ടുള്ളൊരു സംഭവം നമുക്ക് അവിടെ നിന്ന് പറയേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള തിരച്ചിലുകൾക്ക് പരിമിതിയുള്ള വലിയൊരു ഭൂപ്രദേശം നശിച്ചു പോയ ഒരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടും കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെ തിരച്ചിൽ നടത്തിയാൽ കാണാതായിരിക്കുന്നത് അവരുടെ പട്ടികയിൽ പറയുന്നത്, ഓഗസ്റ്റ് 17 പ്രസിദ്ധീകരിച്ചവരുടെ പട്ടികയിൽ 119 പേരാണുള്ളത്. ഇതിൻ്റെയൊക്കെ DNA ഫലം പുറത്തു വന്നാലേ ഇതിൽ എത്ര പേർ പുത്തുമല പൊതുശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ട കുറേ അവയവങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ DNA പ്രസിദ്ധീകരിച്ചാൽ മാത്രമാണ് ഈ 119 പേരിൽ എത്രത്തോളം ആളുകളെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൈ ലഭിച്ചതുണ്ട്, കാല് ലഭിച്ചതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകൾ അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ DNA വന്നെങ്കിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നത് സംബന്ധിച്ചതാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ആ പ്രദേശത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തിരച്ചിലൊക്കെ ആ പ്രദേശങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇനി തിരച്ചിൽ നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞിരുന്നത് ഒന്ന് ചാലിയാറിലായിരുന്നു. ചാലിയാർ ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് കനത്ത മഴയും മഴവെള്ളം കുത്തിയൊലിക്കുകയും അതോടൊപ്പം തന്നെ പുഴയിൽ തന്നെ നല്ല ഒഴുക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ അഗ്നിരക്ഷാ സേനയുടെയും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ വള്ളങ്ങൾ അല്ലെങ്കിൽ തിരച്ചിൽ യന്ത്രങ്ങളൊക്കെ, ബോട്ടുകൾ വരെ ആ ഒഴുക്കിൽ പെട്ടുപോകുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വന്നു. കാരണം അന്നത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന മൃതദേഹങ്ങളുണ്ട്. അത് പിന്നീട് ഫോറസ്റ്റിനകത്തൂടെ പോകേണ്ട സംവിധാനങ്ങളുണ്ട്. അവിടെ ഈ വനപാലകരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആ 2 മേഖലകളിലേക്ക് തിരച്ചിൽ പറയപ്പെട്ട പോലെ വ്യാപകമായിട്ട് നടത്തിയില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. അവിടെ നടത്തിയിട്ടുണ്ട്, അത് കൂടുതലും സന്നദ്ധ സേനയും NDRF ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വളരെ കുറഞ്ഞ സമയത്തായിരുന്നു അത് എന്ന് നമ്മളിവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എല്ലാവരും അന്ന് തിരച്ചിലിന് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ചൂരൽമലയിലും മുണ്ടക്കയിലും അതോ ആ സ്ഥലത്ത് നിന്നൊക്കെയാണ്. ഇങ്ങോട്ട് പുഞ്ചിരിമട്ടത്ത് നിന്ന് താഴേക്ക് ചൂരൽമല വരെയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും തിരച്ചിലിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 2 സ്ഥലങ്ങളിലുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിന് അപ്പുറത്തേക്ക് അവർക്ക് തന്നെ പരിമിതി ഉണ്ടായിരുന്നു. കാരണം ഫോറസ്റ്റാണ്, അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ഗാർഡുകളുടെ നിർദ്ദേശം വേണം, അതിനൊത്ത മുന്നൊരുക്കങ്ങൾ വേണം, അതിനൊക്കെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആളുകളൊക്കെയാണ് ആ ഫോറസ്റ്റിനകത്ത് കയറി ചെന്നുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് ഇനി കൂടുതൽ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ കാണാതായവരിൽ കൂടുതൽ കണ്ടെത്താൻ പറ്റിയേക്കാം എന്നുള്ള ഒന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരച്ചിൽ ഈ ഒരു ഘട്ടത്തിൽ അനൗദ്യോഗികമായി നിർത്തിയ ഒരു ഫീൽ ഉണ്ടായി എന്നത് തന്നെ അതൊരു വലിയ അനാസ്ഥയാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവരോട് ചെയ്യുന്നൊരു വലിയ ഒരു തെറ്റായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണേണ്ടി വരും. കാരണം ഇനിയും തിരച്ചിൽ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആളുകളെ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുകൂലമായൊരു സാഹചര്യമാണ്, കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കണ്ടെത്തലുകൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് ഷഫീഖ് മുണ്ടക്കൈ ഞങ്ങളുടെ ആ പ്രദേശത്തെ ആ ഒരു ലേഖകൻ കൂടിയാണ്, ഞങ്ങളുടെ റിപ്പോർട്ടറാണ്. അപ്പോൾ ഷഫീഖിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭൂമിശാസ്ത്രം വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്, ആ പ്രദേശത്തുകാരനാണ്, മുണ്ടക്കൈ സ്വദേശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഈ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സത്യങ്ങളുണ്ട്, വാസ്തവങ്ങളുണ്ട്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നത് തന്നെയാണ് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സംവിധാനം വളരെ പെട്ടെന്ന് പറയാതെ നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. കാണാതായവരുടെയും മരിച്ചവരുടെയും അന്തിമ പട്ടിക കൂടി പ്രസിദ്ധീകരിച്ചു കൊണ്ടായിരിക്കണം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.